ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ 4 മണി വിശേഷങ്ങളാണ്. Let's go. 4 മണിക്ക് എന്തുണ്ടാക്കും എന്ന് തല പുകയേണ്ട ആവശ്യം ഇന്ന് എനിക്കില്ല. ഞങ്ങൾക്ക് 4 മണിക്ക് ചായ വേണ്ട, പായസം മതി എന്നാണ് പറഞ്ഞിട്ട് പോയിട്ടിരിക്കുന്നത്. വീടിൻ്റെ അകത്ത് കയറി ബാഗ് മാറ്റി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ പായസത്തിൻ്റെ മണമടിച്ചു. യൂണിഫോം മാറാതെ നേരെ പായസത്തിലേക്ക്. പായസം കണ്ടു, മണത്തു നോക്കി, ഒരു ചിരിയും പാസാക്കി ചൂടോടെ മണ് പായസം അകത്താക്കി. പായസം എങ്ങനെയുണ്ടെന്ന ചോദ്യത്തിന് സൂപ്പർ, ടേസ്റ്റി, ഗുഡ് എന്നൊക്കെ മറുപടിയുണ്ട് ഇടയിൽ. പായസം എന്നും ഞങ്ങൾക്ക് ഇവിടെ ഒരു വികാരമാണ്. ഓണത്തിന് പായസം ഉണ്ടാക്കാൻ മേടിച്ചു വെച്ച സേമിയ കുറച്ച് ഷെൽഫിൽ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ച് 4 മണിക്ക് മുമ്പ് തന്നെ പായസമൊക്കെ ശരിയാക്കി വെച്ചു. സേമിയ പായസം ഉണ്ടാക്കാൻ എളുപ്പമായതിനാൽ കുറച്ച് സേമിയ എന്നും വീട്ടിൽ കരുതും. പായസഭ്രാന്ത് ഉണ്ടാകുമ്പോൾ ഈസിയായി പായസം ഉണ്ടാക്കി കൊടുക്കാമല്ലോ. സേമിയ പായസം ഇഷ്ടമില്ലാത്ത ഒരാൾ ഇവിടെയും ഉണ്ട് കേട്ടോ. ടീ വെച്ച് ചാനൽ മാറ്റി ആസ്വദിച്ച് പായസം കുടിച്ച് ഇന്നത്തെ 4 മണി പായസം മക്കൾ സെറ്റാക്കി. യൂണിഫോം മാറാതെ പായസം കഴിക്കാൻ വന്നതിന് ചെറുതായി ദേഷ്യപ്പെട്ടെങ്കിലും ഞങ്ങളുടെ സേമിയ പായസം ഇന്ന് ഹിറ്റായിരുന്നു. ആഹാ അന്തസ് എന്ന നിലയിലായിരുന്നു അവരുടെ മറുപടി. ശുഭം ശുഭകരം എന്നായിരുന്നു ഇന്നത്തെ 4 മണി വിശേഷങ്ങൾ.